ക്ലീൻ വണ്ടി, ക്ലീൻ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ് എടുക്കാറ് കൂടുതലും. ടയർ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഫ്രണ്ട് ടയർ ആണെങ്കിലും ബാക്ക് ടയർ ആണെങ്കിലും ഓക്കെയാണ്. വേറെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്ത വീണ്ടും ഒരു പ്ലാറ്റിന 2021 മോഡൽ. അതായത് വണ്ടി എടുത്തിട്ട് പണി കിട്ടാത്ത ഷോറൂമാണ് നമ്മുടെ. എത്ര കൊടുക്കാൻ പറ്റുക? വണ്ടി ക്ലീൻ വണ്ടിയാണ്. ടയർ എല്ലാം സെറ്റപ്പാണ്. അപാകതകളും കാര്യങ്ങളൊന്നുമില്ല. ടയർ കാര്യങ്ങളൊക്കെ നല്ല ടയറെല്ലാം പക്കയുണ്ടോ? ഒന്നും നോക്കാതെ കണ്ടാതെ. അതുപോലെ തന്നെ ക്ലീൻ ആണ്. നമുക്ക് 20 താഴെയൊക്കെ സ്കൂട്ടർ ഇരിക്കുന്നുണ്ട് ഇവിടെ. നല്ല വൃത്തിയാക്കിയിട്ട് നമ്മൾ വെക്കുള്ളൂ. വണ്ടി വൃത്തിയായിട്ടാണ്. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. വണ്ടി എടുത്തിട്ട് വേറെ പണിയൊന്നും ചെയ്യണ്ട. വണ്ടി അതുപോലെ ക്വാളിറ്റി ആയിരിക്കും. വണ്ടി അതുപോലെ ക്വാളിറ്റിയാണ്. ബോഡി വർക്ക് ആണ്, എല്ലാം ക്വാളിറ്റിയാണ്. പിന്നെ അടുത്ത് വീണ്ടും സ്പ്ലെൻഡർ. നമുക്ക് അത്യാവശ്യം സ്പ്ലെൻഡറിന്റെ കളക്ഷൻസ് ഉണ്ടല്ലോ. വെറും 6500 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. ഒട്ടും ഓടിയിട്ടില്ല കേട്ടോ. 6500 ആവുമ്പോൾ അറിയാലോ അതിന്റെ ടയറും കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരിക്കും. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും പ്രയോജനം വേണമല്ലോ. തീർച്ചയായിട്ടും. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. അപ്പോൾ മലപ്പുറം ജില്ലയിലെ അടുത്ത യൂസ്ഡ് ബൈക്ക് ഷോറൂമിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നോബൽ ഓട്ടോ എന്ന യൂസ്ഡ് ബൈക്ക് ഷോറൂം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ആനക്കയത്ത് ഉള്ളത്. ഇക്കടെ പേര് അഷ്റഫിക്കാണ്. നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ നമ്മൾ ഷോപ്പ് ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ടുണ്ടല്ലേ? റിനോവേഷൻ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ആദ്യങ്ങളെ 1 മാസം മുമ്പ് വന്നപ്പോൾ വർക്കടക്കായിരുന്നു. അപ്പോൾ റീസെന്റ് 2 ദിവസം മുമ്പ് വന്നപ്പോൾ എനിക്ക് പറഞ്ഞു നമ്മുടെ വർക്കൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റാക്കി ചെയ്യാന്ന് പറഞ്ഞ്. അപ്പോൾ വർക്കെല്ലാം കഴിഞ്ഞ് കളർഫുൾ ആയിട്ടൊരു കളർഫുൾ വീഡിയോ ഉള്ളത്. അപ്പോൾ നമുക്ക് പറഞ്ഞു തുടങ്ങിയാലോ? തീർച്ചയായിട്ടും നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഫിനാൻസ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇടക്ക് പറയാം. ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ട് ആൾക്കാരെ ബോറടിപ്പിക്കണ്ട. ഒരു വണ്ടികൾ അങ്ങനെ കാണട്ടെ. സ്കൂട്ടി 2013 മോഡൽ. കിലോമീറ്റർ കറക്റ്റ് ആണോ? 23 കറക്റ്റ് കിലോമീറ്റർ സിംഗിൾ യൂസ് ആണ്. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റുക? ഇത് 31 രൂപ. 31. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്തെങ്കിലും കുറയോ? ആൾക്കാർ വരുമ്പോ കുറയും. അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് 2019 അല്ലായിരുന്നോ? 2019 37,170 കിലോമീറ്റർ. നല്ല ഗുഡ് കണ്ടീഷൻ ഫാസിനോ. നമുക്ക് ഇത് എത്രയാണ് കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ലാസ്റ്റ് പ്രൈസ് 52 രൂപയ്ക്ക് കൊടുക്കാം. 52,000 കൊടുക്കാം. ഒരു ക്വാളിറ്റി വണ്ടിയാണ്. ഏകദേശം സിംഗിൾ യൂസ് ആണ്. ഏകദേശം 15 രൂപ ഡൗൺ പേയ്മെന്റിലൊക്കെ നമുക്ക് ഇറക്കാൻ പറ്റുന്ന വണ്ടിയല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് 2014 മുതലാണ് ഫിനാൻസ് കിട്ടാം. 15 ശേഷമുള്ള വണ്ടികൾ ഫിനാൻസ് കിട്ടും. ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇതൊക്കെയാണ് നോർമലി വരുന്ന ഡോക്യുമെന്റ്സ്. എല്ലാ ജില്ലയിലും നമുക്ക് കൊടുക്കാൻ പറ്റും. എല്ലാ ജില്ലയിലും കൊടുക്കാം. ഓക്കെ, അതൊക്കെ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. ഇൻ കേസ് ചില ജില്ലയിൽ കിട്ടിയില്ലെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേറെ ഫിനാൻസുകാരൊക്കെ ഉണ്ടാവില്ല. നമുക്ക് ലോക്കൽ ഫിനാൻസ് ഉണ്ട്. ഇവിടെ അടുത്താണെങ്കിൽ അതുകൂടാതെ 3-4 ഫിനാൻസുകാരുണ്ടാവും. ഏതിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് വെച്ചാൽ നമ്മൾ സെറ്റാക്കി തരുന്നതായിരിക്കും. ലോക്കൽ ഫിനാൻസ് ഒക്കെ ചെയ്യാം. ഓക്കെ, അടുത്തത് പാഷൻ പ്രോ. ഇതേതാ മോഡല്? 2017 മോഡൽ. നമുക്ക് എത്രയാണ് കൊടുക്കാൻ പറ്റും? 43 രൂപ. 43,000 കൊടുക്കാൻ പറ്റും. അത് 220F 2017 മോഡല്. നമുക്ക് എത്രയാണ് കൊടുക്കാൻ പറ്റുക? ഇത് 58 രൂപ കൊടുക്കാം. 58 രൂപ കൊടുക്കാം. വണ്ടി ഗുഡ് വണ്ടിയല്ലേ? ക്ലീൻ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ് എടുക്കാറ് കൂടുതലും. ടയർ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ടയർ ഫ്രണ്ട് ടയർ ആണെങ്കിലും ബാക്ക് ടയർ ആണെങ്കിലും ഓക്കെയാണ്. വേറെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വിക്രാന്ത് അല്ലേ? 2017 മോഡൽ. 24,977 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സെക്കൻഡ്. നമുക്ക് ഇത് എത്രയും കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 30 രൂപ കൊടുക്കാം. 30,000 രൂപ കിടലും വണ്ടി ഇരിക്കുന്നുണ്ട്. അത് NS 200 2017 മോഡൽ. കിലോമീറ്റർ എത്രയാണ്? ഏകദേശം എത്ര? 38,000 കിലോ. നമുക്ക് എത്രയും കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 70 രൂപ. NS ഒക്കെ നമുക്ക് ഒരു 20 രൂപ ഡൗൺ പേയ്മെന്റ് മതിയാവൂലേ? 20 രൂപ ഡൗൺ പേയ്മെന്റ് എടുക്കാൻ പറ്റും. അടുത്തത് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു മൈലേജ് വണ്ടി CT 100 ഇരിക്കുന്നുണ്ട്. 2018 മോഡൽ. 40,464. നല്ലൊരു കിലോമീറ്റർ. നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. ടയർ കണ്ടെന്ന് മനസ്സിലാവും. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപാകതകളൊന്നുമില്ല. ഷോറൂം കണ്ടീഷൻ വണ്ടി എന്ന് പറയാം. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? 38 രൂപ കൊടുക്കാം. 38 രൂപ 2018 മോഡൽ. കിടിലം വണ്ടി. അപ്പൊ നല്ലൊരു മൈലേജ് വണ്ടിയാണ്. ഏകദേശം 70 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. കിടിലം വണ്ടി. 80 കിലോമീറ്റർ മൈലേജ്. 80 കിട്ടൂട്ടാ. അടുത്ത Endork 125 റേസ് എഡിഷൻ 2013 മോഡൽ വണ്ടി. കിടിലം വണ്ടിയാണ്. നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ നമുക്ക് ലൈവായിട്ട് നോക്കാം. 13,000 കിലോമീറ്റർ. സാര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമ്മുടെ റേറ്റ് പറഞ്ഞില്ല. ഇത് 85 രൂപ. 85,000 കൊടുക്കാം. ഇതും ഏകദേശം ഒരു 15 രൂപ ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. സ്കൂട്ടറൊക്കെ ഏകദേശം 15 ചോദിച്ചു. ബൈക്ക് ആകുമ്പോൾ 20-25 റേഞ്ച് വരും. ഡിപ്പെൻസ് ഓൺ വണ്ടിയുടെ വിലയാണ്. അടുത്ത പാഷൻ പ്രോ 2017 മോഡൽ. ആ ഒരു പഴക്കവും കാര്യങ്ങളൊന്നും വണ്ടിക്ക് കാണുന്നില്ല. വണ്ടി ക്ലീൻ ആണ് കേട്ടോ. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റുക? 45 രൂപ കൊടുക്കാം. 2017 ഫിനാൻസ് കിട്ടും. ഒരു 15 രൂപ ഡൗൺ പേയ്മെന്റ് മതിയാവോ? ഏകദേശം 18 രൂപ. ഏകദേശം ഡിപ്പെൻസ് ഓൺ ട്രാക്ക് ആണ് ഫിനാൻസ് കേട്ടോ. അടുത്ത പ്ലാറ്റിന. വീണ്ടും ഒരു പ്ലാറ്റിന 2021 മോഡൽ. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റുക?
ഇത് നമുക്ക് 60 രൂപ കൊടുക്കാം. 60 രൂപ കൊടുക്കാൻ പറ്റും. 41,000 കിലോമീറ്റർ. അടുത്തത് ഇത് ഏതാ? SP ഷൈൻ ആണോ? ഷൈൻ SP. ഷൈൻ SP എത്രയാണ് കൊടുക്കാൻ പറ്റും? 2018 മോഡലാണ്. 2018 മോഡൽ. നമ്മുടെ റേറ്റ് എത്ര? 54 രൂപ. 54,000 രൂപ കൊടുക്കാം. ഇതും ഏകദേശം ഒരു 15 രൂപ ഡൗൺ പേയ്മെന്റിലൊക്കെ നമുക്ക് ഏകദേശം ഇറക്കാൻ പറ്റുന്ന വണ്ടികളാണ്. അടുത്തത് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു CT 110X ബാക്കിൽ ഇരിക്കുന്നുണ്ട്. നല്ലൊരു റെഡ് ബ്ലാക്കും നല്ലൊരു സെറ്റപ്പ് സ്പോർട്ടി കളർ എന്ന് പറയാൻ പറ്റും. വണ്ടിയുടെ കണ്ടീഷൻ പൊളി വണ്ടിയാണ്. ടയർ എല്ലാം പുതിയതാണ്. നമുക്ക് എത്രയാണ് കൊടുക്കാൻ പറ്റും? 2022 മോഡൽ. 31,128 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. റേറ്റ് പറയാം. ഇത് 63 രൂപ. 63 രൂപ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ആൾക്കാരെ ഒന്ന് കൊടുക്കണോട്ടാ. അത് ഓർക്കും. അത്യാവശ്യം ഇതെല്ലാം ആസ്കിംഗ് പ്രൈസ് ആണ്. റേറ്റ് എല്ലാം അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. നമ്മൾ പറയുമ്പോൾ റേറ്റ് പറയുന്നുള്ളൂ. അടുത്തത് ക്ലീൻ വണ്ടി ഡ്രീം ബ്യൂഗ 2014 മോഡൽ. 14 മോഡൽ 42,990 കിലോമീറ്റർ. നമുക്ക് എത്രയാണ് കൊടുക്കാൻ പറ്റും? ഇത് 34 രൂപ. 34,000 രൂപ അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടി. അടുത്തത് സ്പ്ലെൻഡർ അല്ലേ? ഇത് CD 110 ആണ്. ഇത് നമ്മുടെ സ്പ്ലെൻഡറിലേക്ക്. ഓക്കെ CD 110 ഹീറോയുടെ. നമുക്ക് എത്രയാണ് കൊടുക്കാൻ പറ്റും? ഇത് 32 രൂപ കൊടുക്കാം. 32,000 രൂപ കൊടുക്കാം. 15,558 കിലോമീറ്റർ. ഇയർ ഏതായിരുന്നു? 2012 മോഡൽ. അടുത്തത് സ്പ്ലെൻഡർ പ്രോ 2012 മോഡൽ. 2012 മോഡൽ. കിലോമീറ്റർ കറക്റ്റ് ആണോ? ഇത് കിലോമീറ്റർ കറക്റ്റ് ആണ്. അല്ല, ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം വേറെ ഒന്നുമല്ല. 80,000 കിലോമീറ്റർ ഇറക്കണോണ്ടാണ്. കറക്റ്റ് ഒരു റൗണ്ട് ഫിഗർ ആയതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നുള്ളൂ. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഇത് 40 രൂപ കൊടുക്കാം. 40 രൂപ വണ്ടി കൊടുക്കാം. സ്പ്ലെൻഡർ പഴയ സ്പ്ലെൻഡർ വെക്കണമെന്നൊക്കെ ഉപകാരമുള്ള വണ്ടിയാണ്. അടുത്തത് ഒരുപാട് എനിക്കൊരു FC അല്ലേ? FC 2018 മോഡൽ. 2018 മോഡൽ. കിലോമീറ്റർ ഏകദേശം എത്ര എടുക്കാം? നല്ല വണ്ടിയാണ്. ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടി. അത്യാവശ്യം മൈലേജ് ഉണ്ടാവട്ടെ. വണ്ടി ക്ലീൻ വണ്ടിയാണ്. ടയർ എല്ലാം സെറ്റപ്പാണ്. അപാകതകളും കാര്യങ്ങളൊന്നുമില്ല. സ്ക്രാച്ച് ഒന്നും വലിയ രീതിയിലില്ല. പിന്നെ ചെറിയ സ്ക്രാച്ച് ഒക്കെ ഓൾറെഡി വണ്ടിക്ക് ഉണ്ടാവുമല്ലോ. നമുക്ക് എത്രയാണ് കൊടുക്കാൻ പറ്റും? ഇത് 70 രൂപ. 70,000 രൂപ കൊടുക്കാൻ പറ്റും. ഇതും ഏകദേശം ഒരു 15-20,000 ഡൗൺ പേയ്മെന്റിലൊക്കെ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അടുത്തത് ഹോണ്ടയുടെ CD 110 DX. അത് ഞാൻ കണ്ടിട്ടില്ലേ വണ്ടി. 33,560 കിലോമീറ്റർ. എത്ര? 2019 മോഡൽ. നമുക്ക് എത്രയാണ് കൊടുക്കാൻ പറ്റും? ഇത് 40 രൂപ. 40 രൂപ കൊടുക്കാൻ പറ്റും. അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടി തന്നെയാണ്. അടുത്തത് ആക്സസ് 125 അല്ലേ? ഇത് ആക്സസ് 125 അതെ. 2017 മോഡൽ. ക്ലീൻ വണ്ടിയാണ്. കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എത്രയാണ് കൊടുക്കാൻ പറ്റും? ഇത് 50,000 രൂപ കൊടുക്കാം. ആക്സസ് നമുക്ക് അത്യാവശ്യം ഡിമാൻഡ് ഉണ്ടല്ലോ ഈ ഒരു മലപ്പുറമൊക്കെ. ആക്സസ് നമുക്ക് ഇവിടെ കുറച്ച് ഡിമാൻഡ് ഉണ്ട്. ആക്സസ് അത്യാവശ്യം ഡിമാൻഡുള്ള വണ്ടിയാണ്. നമ്മുടെ അവിടെ വരുമ്പോൾ എൻഡോർക്കാണ്. ഇഷ്ടംപോലെ എൻഡോർക്ക് ഉണ്ടാവും. എൻഡോർക്ക് ഒരു നിരന്നിരിക്കാൻ പറ്റും ഓരോ ഷോറൂമിൽ. അടുത്ത FC നല്ലൊരു മോഡൽ ഇറക്കിയതായിരുന്നു അവർ. സോളിഡ് ഗിയർ SP എന്നൊക്കെ പറഞ്ഞ് ഇറക്കി. അത്യാവശ്യം നല്ലൊരു ഇലക്ട്രിക് കാർ എന്നൊക്കെ പറയാം. ഒരു ഗ്രീൻ കളർ ഉണ്ട്. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? 2014 മോഡൽ. 2014 മോഡൽ. ഈ ഒരു 2014 മോഡൽ FC അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ നല്ല ടയറെല്ലാം വെക്കണ്ടോ? ഒന്നും നോക്കാതെ കണ്ടാതെ. അതുപോലെ തന്നെ ക്ലീൻ ആണ്. ക്ലീൻ ആണെങ്കിൽ എത്ര കൊടുക്കാൻ പറ്റും? 40,000 രൂപ. 40,000 ഒരു ക്ലീൻ വണ്ടി ഇരിക്കുന്നുണ്ട്. FC വെച്ചിട്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട്. വേഗം കൊണ്ടുപോക്കോളൂ. അടുത്തത് നമുക്ക് ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ മിക്സപ്പ് ആവും. ഇത് 2018 മോഡൽ. 2018 മോഡൽ ആക്റ്റീവ 4G അല്ലേ? 5G. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റുക? ഇത് 53 രൂപ. 53,000 കൊടുക്കാം. ഏകദേശം 15 രൂപ ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. അടുത്ത പൾസർ നല്ല വണ്ടിയാണ്. നല്ല പവർ ഉണ്ട്. അടുത്ത പൾസർ 150 2012 മോഡലേ ഉള്ളൂ കേട്ടത്. പക്ഷേ ക്ലീൻ ആണ് വണ്ടി. 2012 ഉള്ളൂ. 12 മോഡൽ എന്ന് പറയുമ്പോൾ ആ ഒരു പഴക്കവും കാര്യങ്ങളും വണ്ടിക്ക് കാണാറില്ല. ക്ലീൻ ടയർ ആണ്. ഫ്രണ്ട് ടയർ ആണ്. ബാക്ക് ടയർ ആണെങ്കിലും ഓക്കെയാണ്. പ്രശ്നങ്ങൾ അപാധകൾ. റേറ്റ് പറയുക 30 രൂപ. 30 രൂപ ക്ലീൻ വണ്ടി. പൾസർ ഇട്ടാ. പൾസറൊക്കെ ഒരുപാട് പേർക്ക് പൾസറും ഇവിടെ ഡിമാൻഡ് ഉണ്ട് കേട്ടോ. അത് ഞാൻ മനസ്സിലാക്കിയ കാര്യം ഞാൻ പറയുന്നുള്ളൂ. അടുത്തത് റേസ് 2013 മോഡൽ. കിലോമീറ്റർ എത്രക്കാ? ഓക്കെ. 37,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. നമുക്ക് എത്രയാണ് കൊടുക്കാൻ പറ്റും? നല്ല വണ്ടി. അത് നമുക്ക് എത്രയാണ് കൊടുക്കാൻ പറ്റും? വൃത്തിയുള്ള വണ്ടിയാ. 30 രൂപ. 30 രൂപ നല്ല വൃത്തിയുള്ള വണ്ടി ഇരിക്കുന്നുണ്ട്. അടുത്ത് ഗ്ലാമർ 2017 മോഡൽ. നല്ല മൈലേജ് ഉള്ള വണ്ടി. അത് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? 48,000 രൂപ. 48,000 രൂപക്ക് സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇരിക്കുന്നുണ്ട്. അടുത്തത് വീണ്ടും ഒരു പാഷൻ പ്രോ 2016 മോഡൽ. കിടിലൻ വണ്ടിയാണ്. നമ്മുടെ റേറ്റ് എത്ര? ഇത് ലാസ്റ്റ് നമുക്ക് 40 രൂപ കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് 40,000 കൊടുക്കാം. അടുത്തത് പ്ലാറ്റിന 2021 വെറും 12,165 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ക്ലീൻ വണ്ടിയാണ്. നമ്മുടെ ആസ്കിംഗ് റേറ്റ് എത്ര വരും? 55 രൂപ. 55 രൂപ കൊടുക്കാം. ഇനി നമുക്ക് അവിടുത്തെ വണ്ടികൾ നോക്കാം കേട്ടോ. അടുത്തത് ഒരു റെഡ് കളർ ആക്റ്റീവ് ആയി 2014 മോഡൽ. സിംഗിൾ ഓണർ വണ്ടി. നല്ല ക്ലീൻ ടയർ ഇരിക്കുന്നുണ്ട്. വണ്ടിയും ക്ലീൻ ആണ്. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? 32 രൂപ. കിലോമീറ്റർ എത്ര എടുക്കാം? ഇത്
8275 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി ക്ലീൻ ആണ്. ഓട്ടത്തിന്റെ പഴക്കം മാത്രം കാണുള്ളൂ. പ്ലഷർ ഇത് 2014 മോഡലാണ്. 2014 മോഡൽ 26,000 കിലോമീറ്റർ. നല്ല വണ്ടി കേട്ടോ. ടയർ കാര്യങ്ങളൊക്കെ നോക്കി നല്ല വൃത്തിയാണ്. ഈ ബോഡിക്ക് കാണുന്ന ഈ അപാകതകൾ മാത്രമേ ഉള്ളൂ. ഒരു ഇത്തരം വണ്ടി ആകുമ്പോൾ ഒരു വേലൊക്കെ തട്ടുമ്പോൾ ഒരു പരക്കം വരുമല്ലോ. അത്ര 18,000 രൂപ. 18,000 രൂപ കിടിലം വണ്ടി ഇരിക്കുന്നുണ്ട്. ടയർ ഒന്നും മാറ്റണ്ട, വണ്ടി എടുക്കാം, പറപ്പിച്ച് പൊക്കോളൂ. അത് ആക്സസ് 125 ഒരു കുറഞ്ഞ മോഡൽ അല്ലേ? 2012 മോഡൽ. 2012 മോഡൽ 40,000 കിലോമീറ്റർ. നമുക്ക് എത്രയും കൊടുക്കാൻ പറ്റും? സെൽഫ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. നമുക്ക് 18 രൂപ. ഇതും 18 രൂപ. നമുക്ക് 20 താഴെയൊക്കെ സ്കൂട്ടർ ഇരിക്കുന്നുണ്ട് ഇവിടെ. അതെ. ഓക്കെ. അടുത്ത FC ആണെങ്കിൽ 2016 മോഡൽ. 2016 മോഡൽ കിടിലം വണ്ടിയാണ്. നല്ല ടയർ. ഇവിടുത്തെ വണ്ടിയുടെ ടയർ എല്ലാം പക്കയുണ്ടോ? ടയർ ഒന്നും നല്ല വൃത്തിയാക്കിയിട്ട് നമ്മൾ വെക്കുള്ളൂ. വണ്ടി വൃത്തിയായിട്ടാണ്. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതായത് വണ്ടി എടുത്തിട്ട് വേറെ പണിയൊന്നും ചെയ്യണ്ട. നോർമലി ഉള്ള ജനറൽ സർവീസ് മാത്രം ചെയ്താൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം അത്രേ ചെയ്യാണ്ടാവുള്ളൂ. ഓക്കെ. അതായത് വണ്ടി എടുത്തിട്ട് പണി കിട്ടാത്ത ഷോറൂമാണ് നമ്മുടെ. എത്രയാണ് കൊടുക്കാൻ പറ്റുക? 2016 മോഡല് 55 രൂപ. 55 രൂപ കിടലും വണ്ടി ഇരിക്കുന്നുണ്ട്. അടുത്തത് ജൂപ്പിറ്റർ 2021 31,350 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓണർ. നമുക്ക് എത്രയാണ് കൊടുക്കാൻ പറ്റും? 65 രൂപ. 65 രൂപക്ക് കിടലും വണ്ടി ഇരിക്കുന്നുണ്ട്. അടുത്തത് ഡിയോ ഏതാ മോഡൽ? ഇത് 2018 മോഡലാണ്. 39,219 രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ്. മോഡൽ 2019. ഓക്കെ. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഇത് 55 രൂപ. 55 രൂപ കൊടുക്കാൻ പറ്റും. അടുത്തത് നമുക്ക് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ റേസഡ് ഇരിക്കുന്നുണ്ടല്ലേ? 2000 ഈ വണ്ടി 2016 മോഡൽ. 2016 മോഡൽ 46,755 കിലോമീറ്റർ. സിംഗിൾ ഓണർ ആണ്. ടയർ കാര്യങ്ങളൊക്കെ ടയർ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ വണ്ടിയുടെ ടയർ എല്ലാം പുതിയതിട്ടിട്ടുണ്ട്. ഇൻ കേസ് കുറഞ്ഞ ടയർ ആണെങ്കിൽ നമ്മൾ മാറ്റി കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ വണ്ടി അതുപോലെ ക്വാളിറ്റി ആയിരിക്കും. വണ്ടി അതുപോലെ ക്വാളിറ്റിയാണ്. ബോഡി വർക്ക് ആണ്, എല്ലാം ക്വാളിറ്റിയാണ്. പിന്നെ ഒരു പഴക്കം തന്നെ വണ്ടി ചെറിയൊരു സ്ക്രാച്ച് റോഡിനോടെ വണ്ടി ആകുമ്പോൾ ചെറിയതൊക്കെ വരുമല്ലോ. 40,000 കൊടുക്കാൻ പറ്റും. അടുത്ത ഈ ഡിയോണെങ്കിൽ 2016 മോഡൽ. 2016 മോഡല് കിലോമീറ്റർ എത്രയാണ്? 40,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ ആണ്. 40,000 അല്ലേ? അത് 40,000. 37. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റുക? ഇത് 43 രൂപ. 43 രൂപ ഒരു ക്ലീൻ വണ്ടിയാണ് കേട്ടോ. വണ്ടി കണ്ടു കഴിഞ്ഞാൽ അറിയാം. എൻ്റെ ബോഡി തന്നെ കണ്ടറിയാം. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ സ്ക്രാച്ച് പോലും ഇല്ല. സാധാരണ ഇവിടെയൊക്കെ ചെറിയ സ്ക്രാച്ച് ഒക്കെ തന്നെയാണ്. ഇതും ടയർ ബാക്ക് ടയർ ഞങ്ങൾ കാണിക്കുന്നില്ല എന്നുള്ളൂ. പക്ഷേ ബാക്ക് ടയറും ഓക്കെ ഉണ്ട്. എല്ലാ വണ്ടിയുടെ ക്ലീൻ ടയർ ആണ്. ജസ്റ്റ് ഈ വണ്ടിയുടെ ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം. ബാക്ക് ടയറും ഓക്കെയാണ്. ഫ്രണ്ട് ടയർ പെട്ടെന്ന് കിട്ടുന്നതുകൊണ്ട് ഫ്രണ്ട് ടയർ മാത്രം കാണിക്കുന്നതാണ്. അടുത്ത സ്പ്ലെൻഡർ 2017 മോഡൽ. 2017 മോഡൽ. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റുക? ഇത് 54 രൂപ കൊടുക്കാം. 54,000 രൂപ കൊടുക്കാം. 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അടുത്ത ജൂപ്പിറ്റർ 2022 മോഡൽ. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റുക? ഇത് 70 രൂപ. 70,000 കൊടുക്കാൻ പറ്റും. അടുത്ത വീണ്ടും സ്പ്ലെൻഡർ. നമുക്ക് അത്യാവശ്യം സ്പ്ലെൻഡറിന്റെ കളക്ഷൻസ് ഉണ്ടല്ലോ. മൂന്നാമത്തെ സ്പ്ലെൻഡറാണ് ഞാൻ കാണുന്നത്. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഇത് 2021 മോഡലാണ്. 2021 കുറച്ച് കൂടിയ മോഡല്. അതെ. നമ്മുടെ റേറ്റ് എത്ര? ഇത് 64 രൂപ. 64,000 കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. സ്പ്ലെൻഡറൊക്കെ അത്യാവശ്യം വരുന്നുണ്ടല്ലോ നമുക്ക്. ഇതിന്റെ കിലോമീറ്റർ ആണെങ്കിൽ 16,000 കിലോമീറ്റർ ഉള്ളൂ. അടുത്തത് ഏവിയേറ്റർ അല്ലേ? സോറി, ഏവിയേറ്റർ ആണ്. 2017 മോഡൽ. 2017 മോഡൽ ഏവിയേറ്റർ. കിലോമീറ്റർ കറക്റ്റ് ആണത്? അതെ. എത്രയാണ്? 17,000. അത് കൂടിയില്ല. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഇത് 32 രൂപ കൊടുക്കാം. 32 രൂപയ്ക്ക് കിടലും വണ്ടി ഇരിക്കുന്നത്. ഓണർഷിപ്പ് സിംഗിൾ ആണോ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 2017 അല്ലേ ഇതൊക്കെ? 2017. അപ്പൊ ഇതൊരു 15 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇറക്കാൻ പറ്റും. ചില വണ്ടിയുടെ ഡൗൺ പേയ്മെന്റ് പറഞ്ഞിട്ടുള്ള ഏകദേശം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 15 രൂപയ്ക്ക് സ്കൂട്ടറും ഒരു 25-30 ഇടയിലും ബൈക്കും നമുക്ക് ഇറക്കാൻ പറ്റുന്നതായിരിക്കും. ഇതാണെങ്കിലോ HF Deluxe 2022 മോഡൽ. വെറും 6,500 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. ഒട്ടും ഓടിയിട്ടില്ല കേട്ടോ. 6,500 ആവുമ്പോൾ അറിയാലോ. എൻ്റെ ടയറും കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരിക്കും. നല്ല വൃത്തി വണ്ടി വൃത്തിയാണ്. വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എത്രയും കൊടുക്കാൻ പറ്റും? ഇത് 65 രൂപ. 65 രൂപ കൊടുക്കാൻ പറ്റും. 2022 സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓൾമോസ്റ്റ് 15 രൂപ പേയ്മെന്റ്. അടുത്ത ഫാസിന് 2017 മോഡൽ. 2017 മോഡല് 45,997 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വണ്ടി ക്ലീൻ വണ്ടിയാണ്. അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് ഗാർഡെല്ലാം കേട്ടിട്ടുണ്ട്. അപ്പൊ വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. ഓടിച്ച് പഠിക്കാൻ വേണ്ടി എടുക്കണവരാണെങ്കിലും ഉപയോഗിക്കാനും പ്രശ്നമില്ല. ഗാർഡൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് എങ്ങനെയും ചെറുതായിട്ട് സ്ലിപ്പായാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എത്രയാണ് കൊടുക്കാൻ പറ്റുക? 45 രൂപ. 45 രൂപക്ക് കിടിലൻ വണ്ടി. വൃത്തിയുള്ള വണ്ടിയാണ്. അടുത്തത് പാഷൻ പ്രോ 2009 മോഡലാണ്. 2009 മോഡലാണ്. റീടെസ്റ്റ് ചെയ്ത്
പേപ്പർ ഒന്നും ഉണ്ടാവും? പേപ്പർ ഇനി 5 വർഷത്തേക്ക് ഉണ്ടാവും. റീടെസ്റ്റ് കഴിഞ്ഞോളൂ. അപ്പൊ 5 വർഷത്തേക്ക് ഒന്നും നോക്കണ്ട. ഒന്നും നോക്കണ്ട. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? 24,000 രൂപ. 24,000 കൊടുക്കാം. അതായത് റീടെസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു കണ്ടീഷനും കാര്യങ്ങളും ഉള്ള വണ്ടിയാണ്. വേറെ ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഇതിലെ വണ്ടിയാണ്. പിന്നെ ടയറും കാര്യങ്ങളും പറയുന്നില്ല, ഓക്കെയാണ്. അടുത്തത് ഹോണ്ട നെവി. ഹോണ്ട നെവി 2017 മോഡൽ. 2017 മോഡൽ. അധികം കാണാനില്ലേ വണ്ടി? ഹോണ്ടന്റെ നെവിയാണ്. എന്താണ്? ഹോണ്ട നെവി. ഹോണ്ട നെവി. വണ്ടി അധികം കാണാനില്ല. അവര് കുറച്ച് ഇറക്കിയായിരുന്നു, അധികം ഇറങ്ങുകയും ചെയ്തില്ല. യൂസ്ഡ് മാർക്കറ്റിലും അധികം കാണാത്ത വണ്ടിയാണ്. നമുക്ക് റയർ ആയിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. അവർ സ്കൂട്ടറും ബൈക്കും കൂടി ചേർന്നൊരു മോഡൽ, പ്രത്യേക ഒരു മോഡല്. ഡിയോയുടെ സെയിം എഞ്ചിനാണ്. ഡിയോയുടെ ബോഡിക്ക് മാത്രമാണ്. ബോഡി മാത്രം ബൈക്കിന്റെ ചെറു ബൈക്ക്. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? 23 രൂപ കൊടുക്കും. 23,000 രൂപയ്ക്ക് ഒരു വെറൈറ്റി വണ്ടി ഇരിക്കുന്നുണ്ട്. ക്ലീൻ ആണ് വണ്ടി ക്ലീൻ ആണ് കേട്ടോ. വണ്ടിയുടെ കാര്യങ്ങൾ ഞാൻ പറയാം, ക്ലീൻ വണ്ടിയാണ്. അടുത്തത് FC 2015 മോഡല്. 2015 മോഡല്. എത്ര കൊടുക്കാൻ പറ്റും അത്? ഇത് നമുക്ക് 46 രൂപ കൊടുക്കാം. 46 രൂപ കൊടുക്കാൻ പറ്റും. കിടിലം വണ്ടിയാണ്. അടുത്തത് ഇങ്ങോട്ട് വരുമ്പോൾ ആക്ടിവ 4G ആണോ 5G ആണോ 6G ആണോ? ഇത് 3G ആണ്. ഇത് 3G ആണ്. ഞാൻ പറഞ്ഞതൊന്നുമല്ല, മാറിപ്പോയി. അപ്പൊ നമ്മുടെ 2014 മോഡലാണ്. നമ്മുടെ 3G 4G 5G ഉണ്ടോ? 5G ഉണ്ടല്ലോ. 6G വന്നിട്ടില്ല. 6G ഇപ്പൊ ഇറങ്ങുന്നതാണ്. 6G അവിടെ ഒരു വണ്ടി ഉണ്ട്. എവിടെ ഉണ്ട്, എല്ലാ വണ്ടികളും ഉണ്ട്. അപ്പൊ നമുക്ക് 3Gയിലേക്ക് പോവാം, കൺഫ്യൂഷൻ ആവണ്ട. നമുക്ക് നോക്കി പറയാതെ. 3Gയുടെ കേസ് പറയുന്നത് 2014 മോഡല്. 2014 മോഡല് 56,639 കിലോമീറ്റർ. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വണ്ടിയുടെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഞാൻ കാര്യമൊന്നും പറയണ്ടല്ലോ. വല്ലതും പറ്റുമെന്ന് അറിയില്ല. ഹലോ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ 2014 മോഡൽ. 14 മോഡല് ഓണർഷിപ്പ് സിംഗിൾ ഓണർ. എത്ര കൊടുക്കും? ക്ലീൻ വണ്ടിയാ. 37 രൂപ. എന്തെങ്കിലുമൊക്കെ കുറച്ചിട്ട് ഒരു 35 നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കും. അതൊക്കെ കേട്ടോ. ഞാൻ എടുത്തെടുത്ത് ഞാൻ റേറ്റ് അങ്ങനെ ബാർഗൻ ചെയ്യുന്നതിലേക്ക് കൊടുക്കുന്നുള്ള വിശ്വാസത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും പ്രയോജനം വേണമല്ലോ. തീർച്ചയായിട്ടും. ഓക്കെ. അടുത്ത ഈ വണ്ടി ഏതാ? 2022 മോഡൽ. 2022 മോഡൽ അവിനിസ്. നല്ല ക്ലീൻ വണ്ടിയാണ്. ക്ലീൻ വണ്ടി. കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? 84 രൂപ. 84,000 രൂപ കൊടുക്കാം. കിടിലം വണ്ടിയാണ്. അടുത്തത് ജൂപ്പിറ്റർ 2018 മോഡല്. നല്ല ക്ലീൻ വണ്ടി. വണ്ടി എല്ലാം ക്ലീൻ ആണ്. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നമ്മുടെ കിലോമീറ്റർ ആണെങ്കിൽ 41,837 കിലോമീറ്റർ. ആസ്കിംഗ് റേറ്റ് എത്രയ്ക്കാ? ലാസ്റ്റ് 48 രൂപ കൊടുക്കാം. 48 രൂപ. ഇതൊരു ഏകദേശം ഒരു 15 രൂപ ഡൗൺ പേയ്മെന്റ് മതിയോ? 18 രൂപ 20 താഴെ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. അടുത്തത് ആക്സസ് 125 2022 മോഡല്. ക്ലീൻ വണ്ടിയാണ്. വണ്ടി കണ്ടെങ്കിൽ അറിയാൻ പറ്റും. അത് മാറ്റ് ഫിനിഷിംഗ് ആണ്. മാറ്റ് ഫിനിഷിംഗ് ആണെങ്കിലും പുറത്ത് പോയി വണ്ടി, അതായത് വെയിലത്ത് പോയിന്റെ മങ്ങലോ കാര്യങ്ങളോ ഒന്നുമില്ല. കിടിലം വണ്ടിയാണ്. ഷോറൂം കണ്ടീഷൻ വണ്ടി എന്നൊക്കെ പറയാൻ പറ്റൂലേ? ഇവിടെ റോഡ് പണി കാരണം പൊടി വാറിയിട്ട്. പൊടി നമുക്കുള്ളത് റോഡ് പണിയാണ് കേട്ടോ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ പണിയായിരുന്നു. ഓക്കെ. പിന്നെ നമ്മുടെ ഷോറൂമിന്റെ ഒരു പുതുക്കൽ വന്നപ്പോൾ അതിന്റെ ഒരു പൊടി. പിന്നെ ഇന്ന് സൺഡേ ആണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ചെറിയൊരു അറേഞ്ച്മെന്റ് പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ പെട്ടെന്ന് നിൽക്കാനോ ഒരു വണ്ടി ഡെലിവറിക്ക് വന്നപ്പോൾ ഞാൻ നിൽക്കാനോ തേടി പിടിച്ച് എടുക്കുന്ന വീഡിയോ ആണ്. ഇതിന്റെ റേറ്റിലേക്ക് നോക്കാം. 2022 മോഡൽ 82 രൂപ. 2022 മോഡൽ 82,000 രൂപ. കിടിലം വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആയിരിക്കും ആണ്. ഇത് ഡിയോ 2018 20,790 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വണ്ടി ക്ലീൻ വണ്ടിയാണ്. ഇതിന്റെ ടയർ എല്ലാം ഓക്കെ ഉണ്ട്, ഒരു കുഴപ്പമില്ല കേട്ടോ. വേറെ അപാകതകളും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇത് എത്രയും കൊടുക്കാൻ പറ്റും? ഇത് 51 രൂപ കൊടുക്കാം. 51 രൂപക്ക് നമുക്ക് ഓഫർ റേറ്റിൽ അത്യാവശ്യം കൊടുക്കാം. അത്യാവശ്യം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് റേസ് 2013 മോഡൽ 25,000 കിലോമീറ്റർ. 14 മോഡൽ 2014 മോഡൽ 25,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ആണോ? രണ്ടാമത്തെ ഓണർ. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ക്ലീൻ വണ്ടി. ഈ ക്ലീൻ വണ്ടി എത്ര കൊടുക്കും? ഇത് നമുക്ക് 33 രൂപ കൊടുക്കും. 33,000 രൂപ ഈ ക്ലീൻ വണ്ടി കൊടുക്കുന്നതാണ്. അടുത്തത് ഡിയോഡ 2019 മോഡല്. DX മോഡലാണ്. DX ഡിജിറ്റൽ മീറ്റർ. അതാണ് DX. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഇത് 62 രൂപ. കിലോമീറ്റർ എത്ര ഉണ്ടാവും ഏകദേശം? കിലോമീറ്റർ പറയുകയാണെങ്കിൽ 40,000 കിലോമീറ്റർ ആണ്. പിന്നെ ഈ വണ്ടിക്കും എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഗാർഡെല്ലാം വെച്ചിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ടയർ ഓൾമോസ്റ്റ് ഓക്കെ ആണ്. നമ്മുടെ റേറ്റ് എത്രയാണെന്നൊക്കെ പറഞ്ഞാൽ 62,000 കൊടുക്കാം. ഇതും ഏകദേശം ഒരു 20,000 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും വണ്ടിയല്ലേ നമുക്ക് പറയാനുള്ളത്? വേറെ ഏതെങ്കിലും വണ്ടി ഉണ്ടോ? വേറെ ഓഫീസ് റൂമിൽ 4 വണ്ടിയുണ്ട്. ഓഫീസ് റൂമിൽ 4 വണ്ടി കാണിച്ചാലോ? അടുത്തത് ഓഫീസ് റൂമിൽ വണ്ടി ഇരിക്കുന്നത് വേറെ ഒന്നും ഉണ്ടല്ല. ഞാൻ പറഞ്ഞു സൺഡേ ആണ്, നമ്മൾ വണ്ടി പുറത്തേക്ക് വെച്ചില്ല. പെട്ടെന്ന് എടുക്കുന്ന വീഡിയോ ആയിട്ട് ഓഫീസ് റൂമിലെ 4 വണ്ടികൾ പരിചയപ്പെട്ടാം. ഇത് ആക്സസ് 2023 മോഡൽ പുതിയ വണ്ടിയാണ്. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റിയ മോഡൽ. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള പുതിയ മോഡല്.
നമുക്ക് ഇത് എത്രയും കൊടുക്കാൻ പറ്റും? ഇത് 88 രൂപ കൊടുക്കാം. 88. ഇതിൽ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ ഉണ്ടാവും. ഏകദേശം 25 രൂപ ഡൗൺ പേയ്മെന്റ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഈ പെപ്റ്റ് ആണെങ്കിൽ 2021 മോഡൽ. 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ്. നമുക്ക് എത്രയും കൊടുക്കാൻ പറ്റും? 46 രൂപ. 46,000 കിടിലം വണ്ടി ഇരിക്കുന്നുണ്ട്. അടുത്തത് വീഗോ 2014 മോഡൽ. 15 മോഡൽ. ഓണർഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓണർ. നമുക്ക് എത്രയും കൊടുക്കാൻ പറ്റും? ക്ലീൻ വണ്ടിയാണ്. വണ്ടി ക്ലീൻ ആണ്. വണ്ടി എല്ലാം ക്ലീൻ ആണ്. ഇവിടെ ഇടക്കിടക്ക് പറയുന്നില്ല. 37,000 രൂപ. 37,000 രൂപ. കിലോമീറ്റർ ഏകദേശം എത്രയുണ്ട്? 40,000. അടുത്തത് ആക്റ്റീവ 6G. നമ്മൾ ചോദിച്ച വണ്ടി എത്തിയുണ്ട്. എത്രയൊക്കെ കിലോമീറ്റർ? 2021 മോഡൽ. കിലോമീറ്റർ 18,618 കിലോമീറ്റർ. കിലോമീറ്റർ എല്ലാം ഓക്കെയാണ്. വണ്ടി പറഞ്ഞ പോലെ ക്ലീൻ വണ്ടിയാണ്. ഇവിടുത്തെ വണ്ടി എല്ലാം ക്ലീൻ ആണ്. അത്യാവശ്യം കാർഡും കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ റേറ്റ് എത്രയൊക്കെ? 70 രൂപ. 70,000 കിടിലം വണ്ടി ഇരിക്കുന്നുണ്ട്. നമുക്ക് അപ്പുറത്തേക്ക് പോവാം. അപ്പൊ ഇത്രയും വണ്ടികളല്ലേ പറയാനുള്ളത്? വേറെ നമുക്ക് എന്തെങ്കിലും വണ്ടി വരാണ്ടൊക്കെ? ഇല്ല, ഇനിയിപ്പം വർക്ക്ഷോപ്പിൽ അവിടെ വേറെ വണ്ടി ഒന്നും വരാനില്ല. ഓക്കെ. ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന വണ്ടി അല്ലാതെ വേറെ ഏതെങ്കിലും വണ്ടി നമ്മുടെ കാണുന്നവർക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? അറേഞ്ച് ചെയ്യാം, കുഴപ്പമില്ല. ഇപ്പൊ ഡെലിവറിയുടെ കേസ് ഞാൻ പറഞ്ഞില്ല. ആരെങ്കിലും വന്ന് വണ്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്തിക്കാനുള്ള മാർഗം ചെയ്തു കൊടുക്കാം. ആദ്യം നിങ്ങൾ വണ്ടി വന്ന് ഓടിച്ച് നോക്കി തൃപ്തിപ്പെടാം. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യാം. കാരണം കുറച്ച് ദൂരത്തുള്ളവരാണെങ്കിൽ ഓടിച്ചു പോകാൻ മടിയുണ്ടോ, കുറച്ച് ദൂരം ഉണ്ടെങ്കിൽ അവര് നമുക്ക് എത്തിച്ചു കൊടുക്കാം. പിന്നെ ആർക്കെങ്കിലും ഏതെങ്കിലും ജില്ലയിൽ വണ്ടി കൊടുക്കാണ്ടെങ്കിൽ സമീപിക്കാം. നമുക്ക് ദോസ്തുണ്ട്, എത്തിച്ചു കൊടുക്കാം. ദോസ്തിൽ വേണമെങ്കിൽ ഈ വണ്ടി നമ്മളതാ. ഈ വണ്ടി നമ്മുടെയാണ്. വണ്ടി നമ്മൾ എത്തിച്ചു കൊടുത്തോളൂ. വണ്ടി വന്ന് എടുത്തോളൂ. ഓക്കെ. ഇനി വലിയ ദൂരമാണെങ്കിൽ നമ്മൾ ട്രെയിനിൽ കയറ്റി വിടാലോ. എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ട്രെയിനിൽ കയറ്റി വിടുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ കുറെ നാളെ വിചാരിക്കാം. ട്രെയിനിൽ കയറ്റി വണ്ടി വിടുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നതാണ്. നമ്മൾ ട്രെയിനിൽ കയറ്റി വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. കുറെ പ്രൊസീജിയറും കാര്യങ്ങളുണ്ട്. അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ മൈൻഡ് പോലെ ഇരിക്കും നമ്മുടെ വണ്ടി കയറ്റി വിടുന്ന കാര്യങ്ങളും. അവിടെ ഓഫീസിൽ ഇരിക്കുന്ന ആളെ മൈൻഡ് പോലെ ഇരിക്കും. കാരണം അതിനെ കുറിച്ച് പറയാൻ കാരണം നമ്മൾ 2 പ്രാവശ്യം വണ്ടി കൊണ്ടുവന്നു. ഒരു പ്രാവശ്യം കോഴിക്കോട് പോയി കയറ്റി വിട്ടായിരുന്നു. അപ്പോൾ കുഴപ്പമുണ്ടായില്ല. ഇപ്രാവശ്യം വന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടായിരുന്നു. പെട്രോൾ കിട്ടുന്നില്ല. അവിടുത്തെ ഓഫീസേഴ്സിന്റെ കാര്യങ്ങൾ അവരുടെ ഒരു ഇതാണ്. അവരൊരു സമയത്ത് കയറ്റി വിടുമെന്ന് പറഞ്ഞാൽ ആ സമയത്തേ വിടുള്ളൂ. നമുക്ക് വേറെ വണ്ടി ഉണ്ടെങ്കിൽ നമ്മുടെ അത്യാവശ്യം പറഞ്ഞ കാര്യമൊന്നുമില്ല. അവരുടെ ഒരു ഡയലോഗിലും കാര്യങ്ങളാണ്. ഇവിടെ വന്നപ്പോഴും ഇവിടെ ഇറങ്ങിയത് തിരൂരിലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ പേസ് എന്ന് പറഞ്ഞാൽ തിരൂരിൽ വണ്ടി ഇറക്കിയില്ല. അവർ കൊണ്ടുപോയി കോഴിക്കോട് ഇറക്കി. എന്നിട്ട് അവിടെ നിന്ന് തിരൂരിൽ നിന്ന് നമുക്ക് കോഴിക്കോട് നിന്ന് തിരൂർ വണ്ടി എത്തി. നമ്മൾ ഏകദേശം 4 മണിക്കൂർ പോസ്റ്റായി. മനസ്സിലായോ? അവിടെ എത്തി ഇറക്കി. ഇനി ഇവിടുന്ന് അപ്പൊ അതായത് അങ്ങനെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വേറൊന്നുമില്ല. ഈ വണ്ടി കയറ്റി വിടുന്ന കേസ് പറഞ്ഞപ്പോൾ ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടി കുറെ നാളെ ചിന്തിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എങ്ങനെ വണ്ടി കയറ്റി വിടാന്നുള്ള കണ്ടന്റ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമുക്ക് കാരണം വാഹന സംബന്ധമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിരിക്കട്ടെ, പല ആൾക്കാർക്കും ദൂര സ്ഥലങ്ങളിൽ വണ്ടി കയറ്റി വിടാനുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ. കച്ചവടക്കാർക്കെല്ലാം അറിയാൻ പറ്റും, പിന്നെ ഇതുപോലുള്ളതൊക്കെ അറിയാൻ പറ്റും. എല്ലാവരും അറിഞ്ഞിരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് കാട് കയറി വേറെ വിഷയത്തിലേക്ക് പോയെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നോബൽ ഓട്ടോ എന്ന യൂസ്ഡ് ബൈക്ക് ഷോറൂം പറയാനുള്ളത്. മലപ്പുറം ജില്ലയിൽ ആനക്കയം റോഡ് സൈഡിൽ തന്നെയാണ് ഷോറൂം വരുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ പറയാനുള്ളൂ. ഇക്കടെ പേരാൻ മറന്നുപോയി. അഷ്റഫിക്കാണ് ഡീറ്റെയിൽ പറഞ്ഞത്. അപ്പോൾ ഇക്കാക്ക് കോളും കാര്യങ്ങൾ വരുന്നത് ബിസിയാണ്. അപ്പോൾ പുതിയൊരു വാഹന സംബന്ധമായിട്ട് വീഡിയോ വരുന്നവരെ ബൈ കൊടുത്താലോ. ബൈ.